Welcome to Faiha's Kitchen. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാരമൽ മിക്സ്ഡ് പായസമാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു. ഇതിൽ കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് തടവി കൊടുത്ത പാത്രമാണ്. ഇതൊന്ന് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഒരു 1.5 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. പാല് നല്ലോണം തിളച്ച് വരുന്നു. എന്നിട്ടാണ് നമ്മൾ ഓരോന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 4 ഏലക്ക ചതച്ചത് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളെ പാല് തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ചെറുപയർ പരിപ്പാണ്. ഇതൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് സാബുനരിയാണ്. ഇതൊന്ന് നമുക്ക് കഴുകിയിട്ടിട്ട് കൊടുക്കാം. ഇത് ഒന്നൊരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് എടുക്കുന്നത് ഒരു 1/4 കപ്പ് സേമിയാണ്, അഥവാ വെർമിസെല്ലി. ഇതൊന്നൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 2 അത്യാവശ്യം വലിപ്പമുള്ള പഴമാണ്. അത് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ശർക്കര പാനിയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇവിടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു സോസ് പാനിലേക്ക് നമ്മൾ കുറച്ച് ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് റൈസിൻസും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് വറുത്തെടുക്കാം. ഇത് നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ച കാരമൽ നട്ട്സ് ആണ്. ഇതൊന്ന് നമുക്കൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുകൂടെ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കാരമൽ മിക്സ്ഡ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.